സ്തോത്രം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവന് ഈ സന്ധ്യയെങ്കിലും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ഉണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചയുടെ അവസാനത്തെ സന്ധ്യയിൽ പതിവ് പോലെ നാം ഇന്നും തിരുവെഴുത്തുകൾ പഠിക്കുവാനായിട്ട് കൂടി വന്നിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവജനത്തെയും ഞാൻ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രയത്നത്തിന് സമയം മാറ്റിവെക്കുന്നതിന് പഠിക്കുന്നതിന് ഒക്കെ പ്രതിഫലം തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. സഭയും മഹാപീഡനവും എന്ന വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. അതേ സംബന്ധിച്ചുള്ള 3 അഭിപ്രായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. യേശുക്രിസ്തു മഹാപീഡന കാലത്തിന് മുമ്പ് വന്ന സഭയെ ചേർക്കും. 2, അല്ല, മഹാപീഡനത്തിന്റെ മധ്യത്തിൽ യേശു വരും, സഭയെ ചേർക്കും. മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്നു, അല്ല, മഹാപീഡന കാലത്തിന് ശേഷമേ യേശു വരൂ, മഹാപീഡനത്തിലൂടെ ദൈവസഭയ്ക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള 3 പഠിപ്പീരുകൾ നിലനിൽക്കുന്നതിനാൽ ദൈവവചനം എന്ത് പറയുന്നു എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് എളിയവരായ നാം തിരുവെഴുത്തുകളിലൂടെ നടത്തുന്നത്. അതിൽ ചില ഭാഗങ്ങൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് കണ്ടു. 70 ആഴ്ചവട്ടങ്ങൾ ദൈവം നിയമിച്ചിരിക്കുന്നതിന് പിൻപിലുള്ള 6 ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളിൽ ഒരെണ്ണം മാത്രമേ ഭാഗികമായിട്ടെങ്കിലും നിറവേറിയിട്ടുള്ളൂ. ബാക്കി 5 എണ്ണം നിറവേറാൻ ബാക്കിയായിരിക്കുന്നു എന്ന് കണ്ടു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത് ദൈവസഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമെന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ്. അതായത് ഇസ്രായേലും സഭയും ഒന്നാണ്, അല്ലെങ്കിൽ സഭ ഇസ്രായേലിന്റെ തുടർച്ചയാണ് എന്നൊക്കെയുള്ള പഠിപ്പീര്. അതിന്റെ ഉത്തരം കണ്ടെത്തുവാൻ ദൈവവചനത്തിൽ നിന്നും നാം ഇന്നലെ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി നാം പഠിച്ചത്, കണ്ടെത്തിയത്, സഭ ഇസ്രായേൽ അല്ല, ഇസ്രായേലിന്റെ തുടർച്ചയല്ല, ഇസ്രായേലിന്റെ പകരവുമല്ല. നാം തിരുവെഴുത്തുകളിൽ നിന്ന് കഴിഞ്ഞ രാത്രിയിൽ പഠിച്ചത്, ചിന്തിച്ചത് ഈ വിഷയങ്ങളായിരുന്നു. ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് തുടരാം. ഒന്നുമില്ല എന്ന് ഞാൻ ധരിക്കട്ടെ. നിങ്ങളുടെ മൗനം അങ്ങനെയാണല്ലോ എനിക്ക് ഉറപ്പ് തരുന്നത്. അപ്പോൾ നാം ഇന്നലെ കണ്ടത് ദൈവസഭ തികച്ചും ഒരു പുതിയ എൻറ്റിറ്റിയാണ്, ഐഡന്റിറ്റിയാണ്, തുടക്കമാണ്. സഭയെയും
ഇസ്രായേലിനെയും കൂടെ നാം കൂട്ടിക്കുഴയ്ക്കരുത്. രണ്ടും രണ്ടാണ്. ഇസ്രായേൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന 3 പിതാക്കന്മാരിലാണ്. അല്ലെങ്കിൽ സാറ, ലേയ, റാഹേൽ, റിബേക്ക എന്നിങ്ങനെയുള്ള മാതാക്കളിലും കൂടെയാണ്. അപ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ പിതാക്കന്മാരിലും അവരുടെ ഭാര്യമാരായിരുന്ന സാറ മുതൽ റിബേക്ക വരെയുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ആ മാതാക്കളിലുമാണ് ഇസ്രായേലിന്റെ വേര് കിടക്കുന്നത്. യെശയ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേലിനെ വെട്ടിയെടുത്ത പാറയും കുഴിച്ചെടുത്ത ഖനിഗർഭവും എന്ന് പറയുന്നത് അബ്രഹാമും സാറയുമാണ്. എന്നാൽ ദൈവസഭയ്ക്ക് അങ്ങനെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ അടിസ്ഥാനം ഇല്ല, അടിസ്ഥാനത്തിന്റെ ആവശ്യവുമില്ല. 2, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഭൂപ്രദേശത്തെ ജനതയാണ്. ഒരു പ്രത്യേക ഭൂപ്രദേശത്തിൽ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേക സ്ഥലം കൊണ്ട് പരിമിതപ്പെട്ടിരിക്കുന്നവരാണ് ഇസ്രായേൽ. എന്നാൽ സഭയോ ഭൂമിയിലെ ഏതെങ്കിലും ഒരു സ്ഥലം കൊണ്ട് അറിയപ്പെടുന്നവരോ സ്ഥലം കൊണ്ട് പരിമിതരോ ആണോ? അല്ല. സ്തോത്രം. അല്ല. ഇസ്രായേലിനെ ദൈവം വാർത്തെടുത്ത, ഇസ്രായേലിനെ ദൈവം രൂപപ്പെടുത്തിയെടുത്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു? നിങ്ങൾ എന്നെ കൂടെ ഒന്ന് വരാമോ? എല്ലാവരും ഉണ്ടല്ലോ കൂടെ. ദൈവത്തെ ആരാധിപ്പാൻ. അത് തന്നെയല്ലേ മോശ ഫറവനോട് പറഞ്ഞു? അല്ല. ഇസ്രായേലിനെ ദൈവം രൂപാന്തരപ്പെടുത്തി അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുത്തതിന്റെ പരമമായ ലക്ഷ്യം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതല്ലായിരുന്നു. ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി. വെരി ഗുഡ്. ലോകൈക രക്ഷിതാവായ യേശുവിനെ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുക, ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ഫറവോനോട് തീർച്ചയായും മോശ പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ ആരാധന ആയിരുന്നു ഇസ്രായേലിന്റെ രചനയ്ക്ക് പിൻപിൽ ദൈവത്തിന്റെ ആത്യന്തിക ഉദ്ദേശം എന്ന് വരികിൽ ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് 1500-കളിലാണ്, 500-നടുത്താണ് മോശ ഫറവോനോട് ഈ കാര്യം പറയുന്നത്. അതിനു മുമ്പ് എന്തേ ദൈവത്തിന്റെ ആരാധന ഇല്ലായിരുന്നു? അപ്പോൾ അങ്ങനെ ഒരു ആരാധന എന്നുള്ളതല്ല അതിന്റെ ലക്ഷ്യം. ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം യഹൂദനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തതിന്റെ പിൻപിൽ ഉള്ളത്
പൗലോസ്ലീഹ റോമർക്കുള്ള ലേഖനം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. റോമർ 9:5, 9:5 റോമൻസ്. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ജഡപ്രകാരം ക്രിസ്തുവും ഇസ്രായേലിൽ നിന്നല്ല ഉത്ഭവിച്ചത്. ഇതാണ് ഏറ്റവും പരമമായ ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പിൻ പിൻപിലുള്ള ലക്ഷ്യം. ക്രിസ്തുവിനെ ലോകത്തിന് നൽകുക. അതിൻ്റെ ചാനലുകളായി, വക്താക്കളായി, വാഹകരായി ഇസ്രായേൽ തീരുക. അത്ര വളരുന്നു. ഇസ്രായേലിന്റെ ആദ്യ പിതാവായ അബ്രഹാമിന് ദൈവം കൊടുത്ത പരമമായ വാഗ്ദത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ നിന്നെ ഒരേ ജാതിയാക്കും, സന്തതിയെ തരും. ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങൾ 2 എണ്ണമാണ്. എ പ്രോമിസ് ഓഫ് എ ലാൻഡ്, പ്രോമിസ് ഓഫ് എ സീഡ്. ഒരു ദേശത്തിന്റെ വാഗ്ദത്തവും ഒരു നാടിന്റെ വാഗ്ദത്തവും, 2 ഒരു സന്തതിയുടെ വാഗ്ദത്തവും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം ദേശത്തിന്റെ വാഗ്ദത്തമായിരുന്നുവോ അതോ സന്തതിയുടെ വാഗ്ദത്തമായിരുന്നുവോ? സന്തതിയുടെ വാഗ്ദത്തം. ആ സന്തതി ആരായിരുന്നു? ക്രിസ്തു. ഗലാത്യർ 3:16 നിന്ന് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. യേശു അല്ലെങ്കിൽ ക്രിസ്തു ആയിരുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമം തുടങ്ങുന്നത് അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു. അപ്പോൾ അബ്രഹാമിനെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ദൈവം ലക്ഷ്യമായി വാഗ്ദത്തം ചെയ്തത് ഒരു സന്തതിയെയാണ്. ആ സന്തതി ക്രിസ്തുവായിരുന്നു. ഇനി ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയോ? എന്തിനെ കുറിച്ചായിരുന്നു? എളുപ്പം പറഞ്ഞാൽ നിന്റെ രാജ്യത്വവും എന്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും. ഒരാഴ്ച മുമ്പാ നമ്മളത് ചിന്തിച്ചത്. ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദത്തവും അത് തന്നെ. ഒരു സ്ഥിരമായ സിംഹാസനവും അത് ഒഴിയാതെ നിറഞ്ഞ് എക്കാലവും ഇരിക്കുന്ന ഒരു സന്തതി. അതുകൊണ്ടാണ് മത്തായി തന്റെ സുവിശേഷം തുടങ്ങുമ്പോൾ പറഞ്ഞത് അബ്രഹാമിന്റെ പുത്രൻ മാത്രമല്ല, യേശു ദാവീദിന്റെ സന്തതിയും കൂടെയാണ്. സ്തോത്രം. അപ്പോൾ ഇസ്രായേലിനെ ദൈവം ലോകത്തിൽ വാർത്തെടുത്തതിന്റെ പരമമായ ലക്ഷ്യം യേശു എന്ന രക്ഷകനെ, ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതേസമയം ദൈവത്തിന്റെ സഭയെ ദൈവം ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്നതിന്റെ
പരമമായ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരുക. ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരുക. ഒരു പദവും കൂടെ ചേർത്ത് വെച്ചാൽ എക്സാക്റ്റ് ആവും. അച്ഛൻ പറഞ്ഞത് കൃത്യമാണ്. പക്ഷെ ഒരു പദവും കൂടെ അതിന്റെ കൂടെ ചേർത്തെങ്കിലേ അതിന്റെ പരിപൂർണത കൈവരും. നിർമ്മല കന്യക. നിർമ്മല കന്യക. എഫേസ്യർ 5:25, 26, 27 വാക്യങ്ങളാണ് ഇതിനാധാരം. തേജസ്സോടെ മുൻനിർത്തേണ്ടത്. അവിടെയും ഒരു പദം മിസ്സിംഗ് ആണ്. സുജ പറഞ്ഞതിലും ഒരു പദവും കൂടെ വേണം. ശുദ്ധിയും നിഷ്കളങ്കയും. തേജസ്സോടെ ആർക്ക് മുൻനിർത്തേണ്ടതിന്? തനിക്ക് തന്നെ. തനിക്കു താൻ. അപ്പോൾ സഭയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിനുള്ളവരായിരിക്കുക, ക്രിസ്തുവിൻ്റെതായിരിക്കുക. സ്തോത്രം. പറഞ്ഞു വന്നത്, ഇസ്രായേലും സഭയും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഉദ്ദേശത്തിന്റെ വിഷയത്തിലും വ്യത്യാസമുണ്ട്. ഉദ്ദേശത്തിലും വ്യത്യാസമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലും ദൈവസഭയും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. സ്തോത്രം. ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ മഹാപീഡനത്തിലൂടെ 70-ാം ആഴ്ചവട്ടത്തിലൂടെ എതിർക്രിസ്തുവിന്റെ ഭരണത്തിലൂടെ കടന്നു പോകേണ്ടി വരും, ഒഴികഴിവില്ല എന്നതുകൊണ്ട് അതെല്ലാം സഭയുടെ മേൽ കെട്ടിവെക്കാൻ യാതൊരു ന്യായങ്ങളുമില്ല. സ്തോത്രം. യാതൊരു ന്യായങ്ങളുമില്ല. അതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. സംശയങ്ങളൊന്നുമില്ല. സ്തോത്രം. അപ്പോൾ സഭയും ഇസ്രായേലും തമ്മിൽ വളരെ വ്യക്തമായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇസ്രായേൽ അവരുടെ ദേശത്ത് ഇസ്രായേൽ എന്ന പേരിൽ ഇസ്രായേൽ എന്ന ഒരു സമൂഹമായി, ജാതിയായി പാർക്കുമ്പോൾ തന്നെയാണ് ദൈവം തന്റെ സഭയെ പുതുതായി യെരൂശലേം എന്ന ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിൽ തന്നെ സ്ഥാപിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സ്ഥാപനം
തുടക്കം, ഉദ്ദേശം എന്നിങ്ങനെ സകല കാര്യങ്ങളിലും ഇസ്രായേലും സഭയും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇസ്രായേൽ ഒരു അക്ഷരീയമായ രാജ്യവും ഭരണ സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു സമൂഹമാണെങ്കിൽ ദൈവസഭയ്ക്ക് ഐഹികമായ രാജ്യങ്ങളോ അതിന്റെ ക്രമീകരണങ്ങളോ ഇല്ല. വ്യത്യാസം മനസ്സിലായോ? സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന ഉണർവുകളിൽ പോലും, ഉണർവെന്ന പേരിൽ ഇന്ന് നടത്തപ്പെടുന്ന യോഗങ്ങളിൽ പോലും ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ്, താമസം വിന കേരള നിയമസഭയിലും അങ്ങ് ഡൽഹിയിൽ പാർലമെന്റിലും പാസ്റ്റർമാർ പ്രാർത്ഥിച്ചും നമ്മുടെ കൊയറൊക്കെ ആരാധിച്ചും പാർലമെന്റ് സമ്മേളനവും നിയമസഭാ സമ്മേളനവും തുടങ്ങുന്ന കാലം അടുത്തു എന്ന് നാം അതിനെ ഖണ്ഡിക്കുന്നത് അതുകൊണ്ടാണ്. കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? പാർലമെന്റ് സമ്മേളനം പ്രാർത്ഥിച്ചു തുടങ്ങുക എന്നുള്ളതല്ല ദൈവസഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിന്റെ ദൈവോദ്ദേശം. ക്രിസ്ത്യാനി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കുക എന്നതല്ല. ഒരു യോഗി മുഖ്യമന്ത്രി ആയതുപോലെ ഒരു പാസ്റ്റർ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതല്ല സഭയെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. അത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ശരിയായിരുന്നു. ഇസ്രായേൽ ലോകത്തിന്റെ പോലീസ്, ലോകത്തിന്റെ രാജാക്കന്മാരായിരിക്കണമായിരുന്നു. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. വിയോജിപ്പോ സംശയമോ ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം. സ്തോത്രം. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ആവർത്തിച്ച് പലരിൽ നിന്നും കേട്ട ഒരു കാര്യമാണ്, ഈ പാർലമെന്റ് സമ്മേളനവും നിയമസഭാ സമ്മേളനവും പ്രാർത്ഥിച്ചും ആരാധിച്ചും തുടങ്ങുന്നു. ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ കേട്ടതെന്ന്, ലൈവായിട്ട് ഒരെണ്ണം കണ്ടപ്പോൾ പറഞ്ഞതാണ്. അതിലെ പാട്ടുകാരനാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഇന്ന് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നത് പോലെ ഈ രാജ്യത്തിന്റെ സമ്മേളനങ്ങളിൽ, ലോകസഭാ രാജ്യസഭാ സമ്മേളനങ്ങളിലൊക്കെ നമ്മുടെ പാട്ട് പാടിക്കൊണ്ട് തുടങ്ങി അവസാനിപ്പിക്കുകയും ചെയ്യും. അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പലരും. എപ്പോഴാ പാർലമെന്റിലേക്ക്, എപ്പോഴാ നിയമസഭയിലേക്ക് ഒന്ന് പോകുന്നത്? അങ്ങനെ വരുമ്പോഴത്തേക്കും ഇലക്ഷൻ, പാർട്ടി പ്രവർത്തനം, അവയിലേക്ക് ആൾക്കാർ ഇറങ്ങുന്നു. നമുക്ക് ഭൂരിപക്ഷമുള്ള ഇടത്തെങ്കിലും നമ്മുടെ ചിലരെ ഇലക്ഷന് നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. ഒക്കെ എന്നേക്കാൾ കൂടുതൽ പക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. ഇങ്ങനെ ഐഹികമായ ഒരു ക്രമീകരണമല്ല സഭയെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. മറ്റൊന്ന്, ഇസ്രായേൽ എന്ന ഒറ്റ ജാതിക്കാരൻ മാത്രമേ ഉള്ളൂ. പക്ഷെ സഭയ്ക്കകത്തോ എല്ലാവരും ഉണ്ടല്ലേ. ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനും
സകലരുമുണ്ട് സഭയ്ക്കകത്ത്, സകലരുമുണ്ട് സഭയ്ക്കകത്ത്. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, അവയെല്ലാം കൂടെ വിവരിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ? ശബ്ദം ഒതിയെന്ന് കേൾക്കുന്നില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഉണ്ട്, ഉണ്ട്. സ്തോത്രം. ശരി, അങ്ങനെ ധാരാളമുണ്ട്. ഇനി അത് തന്നെ ഒരു പഠന വിഷയമാക്കിയാലും നമുക്ക് ദിവസങ്ങളോളം പഠിക്കാനുണ്ട്. എന്നാൽ അതിന്റെ ആവശ്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ലാത്തത് കൊണ്ട് ബാക്കി ഭാഗങ്ങൾ വിടുക. സ്തോത്രം. ഇനി മഹോപദ്രവം എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ നോക്കാം. മഹോപദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ചുള്ള ചെറിയ വിവരണമോ നിർവചനമോ നമുക്കൊന്ന് നോക്കാം. സ്തോത്രം. കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് നമ്മൾ ഇന്നലെയും മിനിയാന്നുമായിട്ട് തന്നെ കണ്ടു. സ്തോത്രം. ഇന്നലെ നമ്മള് യിരെമ്യാവ് 30 നിന്നും വായിച്ചു. ഇതുപോലെ മറ്റൊരു കാലം ഉണ്ടായിട്ടില്ല, തുല്യം പറയാൻ ഇല്ലാത്തതുപോലെ, അല്ലേ? സ്തോത്രം. പറയാൻ ഇതുപോലൊരു കാലം മുമ്പുണ്ടായിട്ടില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പൊ മഹോപദ്രവം, what is actually this tribulation? Just will try to understand. മറ്റൊന്ന്, നമ്മൾ ദാനിയേൽ 12:1 നിന്നും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും കാണുകയുണ്ടായത്, ഒരു ജാതി ഉണ്ടായത് മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു കഷ്ടകാലം. ദാനിയേൽ 12:1 നിന്ന് നമ്മളതാണ് കണ്ടത്. സ്തോത്രം. മറ്റൊന്ന്, നമ്മൾ മത്തായി 24 അധ്യായത്തിൽ നിന്നും കാണുകയുണ്ടായി, ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനിമേലിൽ ഉണ്ടാകാത്തതുമായ കഷ്ടം. നാലാമതായി നാം ഇന്നലെ കാണുകയുണ്ടായി, ഇതൊരു കഷ്ടകാലമാണ്. ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള ഒരു ദൈവിക നിയമനമാണിത്. ഒരു പ്രത്യേക ടൈം പീരീഡ്, ജസ്റ്റ് ഫോർ എ പെർട്ടിക്കുലർ ഡ്യൂറേഷൻ. ഇതൊരു കാലഘട്ടത്തിലേക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് കഷ്ടകാലം, മഹോപദ്രവകാലം എന്ന് വിളിച്ചിരിക്കുന്നത്. അതൊരു കാലമാണ്, അതിന് പരിധിയുണ്ട്. ദാനിയേലിൽ നിന്ന് ഇന്നലെയും നമ്മൾ വായിച്ചു, വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങിപ്പോകും, അല്ലെങ്കിൽ ദൈവം അതിനെ ചുരുക്കും. ദൈവം അതിനെ ചുരുക്കും. അതൊരു കാലഘട്ടമാണ്. എന്നാൽ സഭയ്ക്ക് ദൈവം പറഞ്ഞിട്ടുള്ളത് ഒരു കാലഘട്ടമല്ല, കഷ്ടതകൾ. ആയുഷ്കാലം മുഴുവനും സഭ ഉള്ളിടത്തോളം കാലം സഭയിലുള്ളവർക്കെല്ലാം, ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം,
കഷ്ടം ഉണ്ടാകും എന്നാണ് നാം തിരുവെഴുത്തിൽ നിന്നും വായിച്ചത്. ഇനിയും മറ്റൊന്ന്, മഹോപദ്രവം. What is this great tribulation? It is a time of God's wrath. ദൈവത്തിന്റെ കോപ ദിവസമാണ്, അല്ലെങ്കിൽ കോപത്തിന്റെ കാലഘട്ടമാണത്. വെളിപ്പാട് 11:18, Revelation 11:18. നിന്റെ കോപവും വന്നു, മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നതുവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നു. സ്തോത്രം. ദൈവത്തിന്റെ കോപമാണത്. ദൈവത്തിന്റെ കോപം അല്ലെങ്കിൽ കോപ നാളാണത്. സ്തോത്രം. ദൈവത്തിന്റെ സഭ ദൈവക്രോധത്തിനുള്ളവരാണോ? അതിനോട് ചേർത്ത് ഒരു വാക്യവും കൂടെ നമുക്ക് വായിച്ചിട്ട് അതിന് ഒരു മറുവാക്യവും കൂടെ വായിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച വെളിപ്പാട് 11-ാം അധ്യായത്തിൽ നിന്റെ കോപം, ദൈവത്തിന്റെ കോപം വന്നു. അപ്പോൾ മഹോപദ്രവം അഥവാ മഹാപീഡന കാലം ദൈവത്തിന്റെ കോപകാലമാണ്. അതിനോട് ചേർത്ത് തന്നെ വായിക്കാൻ പറ്റുന്നതാണ് സെഫന്യാവ് 1-ാം അധ്യായം 14-16 വരെ. സെഫന്യ 1:14-16 വരെ. സെഫനായ 1:14-16. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലും ഉള്ള ദിവസം. എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ദൈവത്തിന്റെ മഹാക്രോധ ദിവസമാണ്. അപ്പോൾ ദൈവത്തിന്റെ കോപവും ദൈവത്തിന്റെ ക്രോധവും പകരപ്പെടുന്ന ഒരു നാളാണ്, അല്ലെങ്കിൽ ഒരു സമയമാണ് അത്. റെഫറൻസ് ഒന്നുകൂടെ പറയണേ. സെഫന്യ 1:14-15-16. അപ്പോൾ ദൈവത്തിന്റെ കോപവും ക്രോധവും പകരപ്പെടുന്ന നാളുകൾ ആണത്. സ്തോത്രം. കോപവും ക്രോധവും പകരപ്പെടുകയാണ്. സ്തോത്രം. എന്നാൽ നാമോ, ദൈവത്തിന്റെ സഭയോ, ദൈവസഭ ദൈവത്തിന്റെ ക്രോധത്തിൽ കഴിയുന്നവരാണോ? സ്തോത്രം. യേശുക്രിസ്തുവിനെ നമുക്ക് ആ ഭാഗങ്ങൾ പിന്നീട് എടുത്ത് പറയാം. യേശുക്രിസ്തുവിനെ പൗലോസ് വിളിക്കുന്നത് വരുവാനുള്ള ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനെന്ന്. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന രക്ഷയിൽ എന്തടക്കം ചെയ്തിരിക്കുന്നു? ദൈവക്രോധത്തിൽ നിന്നുമുള്ള മോചനം. Christian salvation includes a deliverance from the fury of God or the wrath of God. Stotram. Christ is the one who liberates us, delivers us from the wrath of God. ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്നും
നമ്മെ വിടുവിക്കുന്നവനാണ് ക്രിസ്തു. ദൈവത്തിന്റെ ജനം, ദൈവസഭ ദൈവക്രോധത്തിൽ നിന്ന് വിമോചിതരാണ്. എന്നാൽ ഇസ്രായേൽ അല്ല. അപ്പോൾ മഹാപീഡനത്തെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്ന ചില പ്രയോഗങ്ങളാണ് നാം നോക്കിയത്. സ്തോത്രം. യഹോവയായ ദൈവത്തിന്റെ കോപം പകരുന്ന, ക്രോധം പകരുന്ന ദിവസം അല്ലെങ്കിൽ കാലം എന്നാണ് അതിനെ വിളിക്കുന്നത്. മുമ്പ് തന്നെ നമ്മൾ യിരെമ്യാ 30:7 നിന്ന് വീണ്ടും കാണുകയുണ്ടായി. This time is called the trouble of Jacob. യാക്കോബിന്റെ കഷ്ടകാലം. ജെറമയ 30:7, 30:7 യിരെമ്യാവ്. യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് അതറിയപ്പെടുന്നത്. യാക്കോബ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് യാക്കോബിന്റെ വംശപരമ്പരകളായ ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഈ മഹാപീഡനകാലം ആർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നു? ഇസ്രായേലിനു വേണ്ടി. മത്സരികളായ, അനുസരണം കെട്ടവരായ, മശിഹ നിഷേധികളായ ഇസ്രായേലിനു വേണ്ടിയാണ് ഈ കഷ്ടകാലം. യാക്കോബിന്റെ സന്തതികൾക്ക് വേണ്ടിയാണ് ഈ കഷ്ടകാലം നിയമിച്ച് വെച്ചിരിക്കുന്നത്. സ്തോത്രം. മറ്റൊന്ന് യിരെമ്യാവ് 46:10. യിരെമ്യാവ് 46:10. 46:10 ജെറമയ. ആ ദിവസം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസമാകുന്നു. മതി. ദൈവം തന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസമാണ്. ദൈവസഭ ദൈവത്തിന്റെ ശത്രുക്കളാണോ? അല്ല. പിന്നെ മണവാട്ടി മക്കളാണ്. ശത്രുക്കൾ എന്ന പദവിയിൽ നിന്ന് നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചിട്ട് യേശു മൂലം നമ്മെ തന്റെ വീട്ടിലേക്ക് ദത്തെടുത്തിരുന്നു. സ്തോത്രം. ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചു, നമ്മളെ ദത്തുപുത്രന്മാരെന്ന് വിളിക്കുന്നത് അത്ര ശരിയാണോ? യേശുക്രിസ്തുവിലൂടെ നമ്മളെ മക്കളാക്കി, അപ്പോൾ സ്വന്തം മക്കളെന്നല്ലേ കുറെ കൂടെ നല്ലത്? ദത്തുപുത്രന്മാരെന്ന് വേണോ? ഞങ്ങൾ ആ സമയത്ത് ചിന്തിച്ചു, സ്വന്തം മക്കളെന്ന് വിളിക്കുന്നതിനേക്കാൾ ഏറെ ശ്രേഷ്ഠമാണ് ദത്തുമക്കളെന്ന് വിളിക്കുന്നത്. കാരണം എന്താ? സ്വന്തം മക്കളാണെങ്കിൽ ചെയ്തേ പറ്റൂ. ഞാനിപ്പം എനിക്ക് ജനിച്ച 2 കുട്ടികളുണ്ട്. ആ 2 മക്കളെ സ്നേഹിക്കുന്നു. അവർ എന്നെ ചീത്ത വിളിച്ചാലും എന്നെ അനുസരിച്ചില്ലെങ്കിലും എനിക്ക് ആഹാരം തരാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് അവരോട് സ്വാഭാവികമായി സ്നേഹവും കരുതലും ആർദ്രതയും കരുണയും തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം അവർ എന്നിൽ നിന്നും എനിക്ക് ജനിച്ചവരാണ്. അതേസമയം ഞാനുമായിട്ട് ഒരു രക്തബന്ധവുമില്ലാത്ത, ഒരു പരിചയവും ഇല്ലാത്ത, ഒരു സ്നേഹബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ജനിച്ച മക്കളുടെ അതേ പദവിയിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് ജനിച്ച മക്കളെ സ്നേഹിക്കുന്നതാണോ വലിയ കാര്യം? അതോ ഈ അന്യനായ
അറിയാതിരുന്ന ഈ വ്യക്തിയെ ഞാൻ എൻ്റെ മക്കളെ പോലെ സ്നേഹിക്കുന്നതാണോ വലിയ കാര്യം? ദത്തെടുത്തവനെ സ്നേഹിക്കുന്ന വലിയ സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായി, ക്രിസ്തുവിനെ കൂടാതെ ദൈവമില്ലാത്തവരായി, പ്രത്യാശയില്ലാത്തവരായി, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായി, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായി, പാപങ്ങളിലും അതിക്രമങ്ങളിലും മരിച്ചവരായി കിടന്നിരുന്നു. നാം സ്വാഭാവികമായി ദൈവക്രോധത്തിന്റെ മക്കളായിരുന്നു. ആ അവസ്ഥയിൽ നിന്നുമാണ് ദൈവം നമ്മെ സ്നേഹിച്ച്, തിരഞ്ഞെടുത്ത്, പാപങ്ങളെ ക്ഷമിച്ച് തൻ്റെ സ്വന്തം മക്കളെ പോലെ നമ്മെ കൈക്കൊണ്ടത്. ആ ദത്തെടുപ്പാണ് ഏറെ ശ്രേഷ്ഠം. സ്വന്തം മകൻ എന്നതിനേക്കാൾ ഏറെ ശ്രേഷ്ഠകരമായത് ഞാൻ ദത്തുപുത്രൻ എന്നുള്ളത്, ദൈവം എന്നെ ദത്തെടുത്തു എന്നുള്ളത്. സ്തോത്രം. അങ്ങനെ നമ്മെ ദൈവം എന്ത് ചെയ്തിരിക്കുക? ക്രോധത്തിൽ നിന്ന് ദത്തെടുത്തു. അതുകൊണ്ട് നാം ഇനിയും ദൈവത്തിന്റെ ശത്രുക്കളല്ല, ദൈവസഭ. എന്നാൽ മഹാപീഡനകാലം ആർക്ക് വേണ്ടി? ദൈവത്തിന്റെ ശത്രുക്കൾക്ക് വേണ്ടി. നാം അതാണിപ്പോൾ യിരെമ്യാവിൽ നിന്നും വായിച്ചത്. അതും ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാനുള്ള പ്രതികാര ദിവസമാണ്. നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളല്ല, ദൈവത്തിന് നമ്മോട് പ്രതികാരമില്ല. എങ്കിൽ പിന്നെ ഈ പ്രതികാര ദിവസമായ മഹോപദ്രവകാലം ദൈവസഭയ്ക്കുള്ളതാണോ? അല്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് പ്രതികാര ദിവസമാണ്. മറ്റൊന്ന്, യെശയ്യാ 10:3. യെശയ്യാവ് 10:3. വേഗത്തിൽ. സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് വരുന്ന വിനാശത്തിൽ മതി. എന്ത് മനസ്സിലായി? സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് വരുന്ന വിനാശ സന്ദർശന ദിവസമാണത്. ദൈവത്തിന്റെ സന്ദർശന ദിവസം. This tribulation period will be a time of God's visitation. സന്ദർശന ദിവസങ്ങൾ എന്ന് തിരുവെടുത്ത് പറയുന്നത് പ്രതികാരം നടത്തുന്ന ദിവസത്തെ കുറിച്ചാണ്. അതുകൊണ്ടാണ് നമ്മളും പ്രാർത്ഥിക്കാറുള്ളത്, കർത്താവേ ഇന്നയാളിനെ സന്ദർശിക്കണേ. ഒന്ന് പോയി കണ്ട് ആപ്പിള് ഓറഞ്ചും കൊടുത്തിട്ട് വരണേ എന്നല്ല അതിന്റെ അർത്ഥം. പോയി 2 തല്ല് കൊടുത്തിട്ട് വരണേന്നാ. സന്ദർശിക്കണേ എന്ന് നമ്മൾ ദൈവത്തോട് പറയുന്നത്. സ്തോത്രം. ഇത് സന്ദർശന ദിവസമാണ്. പക്ഷെ ദൈവസഭയ്ക്ക് അങ്ങനെ ഒരു സന്ദർശന ദിവസം ഉണ്ടോ? ഇല്ല. കാരണം ദൈവസഭ ദൈവക്രോധത്തിൽ നിന്ന് ദൈവത്തിന്റെ കരുണയിലേക്ക്, കൃപയിലേക്ക്, പ്രസാദത്തിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു സന്ദർശന ദിവസം ഇല്ല. സന്ദർശന ദിവസമില്ല. യിരെമ്യാ പ്രവചനം അടുത്തത്. യിരെമ്യാ പ്രവചനം 50-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, സ്തോത്രം, ഇത് ജാതികളോട് ദൈവം പ്രതികാരം ചെയ്യുന്ന ദിവസമാണ്. സ്തോത്രം.
ജാതികളുടെ മേൽ ദൈവം തന്റെ കോപത്തെ പകരുന്ന, വാൾ വരുത്തുന്ന ദൈവമാണ്. ആമേൻ. സമയമാണ്. ജാതികളുടെ മേൽ. നമ്മൾ ജാതികളിൽ പെടുമോ? നമ്മൾ ജാതികളാണോ? അല്ല. സ്തോത്രം. നമ്മൾ ജാതികളല്ല, ആയിരുന്നു. എന്നാൽ സുവിശേഷത്താൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് 3 പദവികൾ ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ദൈവസഭയുടെ നിർവചനമാണത്. ഫിലിപ്പിയർ 3:6 വാക്യം. സോറി, എഫേസ്യർ, ഫിലിപ്പിയർ അല്ല, എഫേസ്യർ 3:6. എഫേഷ്യൻസ് 3:6. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികൾ, ഒന്ന് കണ്ടു. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തുയേശുവിൽ സുവിശേഷത്താൽ 3 കാര്യങ്ങൾ. ഒന്ന് കൂട്ടവകാശികളും. ബാക്കി വായിച്ചു സുജ. ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളും. സ്തോത്രം. നാം ഇനി ജാതികളല്ല, നാം വാഗ്ദത്തത്തിൻ കൂട്ടാളികളാണ്, ഏക ശരീരസ്ഥരാണ്. സ്തോത്രം. ആ 3 പദവികൾ നമുക്ക് ലഭിച്ചത് കൊണ്ട് ഇനിയും നാം ജാതികളല്ല. അതുകൊണ്ട് ജാതികളുടെ മേൽ പ്രതികാരം നടത്തുന്നതിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നാളുകൾ നമുക്കുള്ളത് അല്ല, നമുക്കുള്ളതല്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ഇങ്ങനെ വിവിധമായ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ടൈം ടു അവെഞ്ച് ദ ജെന്റൈൽസ്. യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചതിന് എന്ന് പറഞ്ഞാൽ സുവിശേഷം വിശ്വസിക്കാഞ്ഞതിന് അവിശ്വാസികളായ ജാതികളെ ദൈവം പ്രതികാരം നടത്തി ശിക്ഷിക്കുന്ന സമയമാണിത്. അതുപോലെ യേശുക്രിസ്തുവിന്റെ ഭൗമിക ജീവിത ശുശ്രൂഷ കാലത്ത് മശിഹായെ തിരസ്കരിച്ച ഇസ്രായേലിന് ശിക്ഷ കൊടുത്ത് അവരെ മടക്കിക്കൊണ്ടുവരുന്നൊരു സമയവുമാണ്. അതുകൊണ്ടാണിത് ജാതികളുടെ പ്രതികാര ദിവസമെന്നും യാക്കോബിന്റെ കഷ്ടകാലമെന്നും വിളിക്കപ്പെടുന്നത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഇതിൽ ആവർത്തിക്കണോ? അല്ല, അന്നേരം ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് എന്തുവാ? ദൈവസഭ. ഇപ്പോൾ എഫേസ്യർ 3:6 വായിച്ചതുപോലെ ജാതികളിൽ നിന്നുള്ളവർ, യഹൂദന്മാരല്ലാത്തവർ, സുവിശേഷത്താൽ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ എന്തൊക്കെ പ്രാപിക്കണം? കൂട്ടവകാശം പ്രാപിക്കണം, ഏക ശരീരസ്ഥരാകണം, വാഗ്ദത്തത്തിന്റെ പങ്കാളികളാകണം. ആര്? ജാതികൾ. ഇതാണ് ഈ 3 അവസ്ഥകളിലൂടെ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ ജാതികൾ എത്തിച്ചേരുന്ന അവസ്ഥയുടെ പേരാണ് ദൈവസഭ.
അങ്ങനെ ജാതികളിൽ നിന്ന് യേശുവിൽ അല്ലെ സുവിശേഷത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവേശുവിൽ 3 അവകാശങ്ങൾ പ്രാപിക്കുന്ന ജാതികളുടെ സംഖ്യയാണ് റോമർ 11:25 പറഞ്ഞിരിക്കുന്ന ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുക. പിന്നെ അവരെ ജാതികളെന്ന് വിളിക്കത്തില്ലല്ലോ. ഇല്ല, ഒരു സഭയാ. പിന്നെ സഭയാ. അതുകൊണ്ടാണ് ജാതികളോട് പ്രതികാരം ചെയ്യാനുള്ള ഈ ദിവസം നമുക്ക് ബാധകമല്ലെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുവൻ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിലായിത്തീരുകയും ചെയ്താൽ പിന്നെ അവൻ ജാതിയൻ അല്ല, അവൻ പിന്നെ സഭയുടെ ഭാഗം. ഇപ്പോൾ യേശുവിനെ അംഗീകരിക്കുന്ന യഹൂദനും ആ കൂട്ടത്തിൽ പെടുവാൻ. അതെ, സഭയുടെ ഭാഗമാ. അവനും പിന്നെ യഹൂദനല്ല, അവൻ ക്രിസ്ത്യാനിയാണ്, സഭയുടെ ഭാഗം. അതായത് നമ്മൾ ഇന്നലെ കണ്ടത് യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസനെന്നില്ല, യജമാനെന്നില്ല, സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല. അപ്പോൾ ഈ മഹോപദ്രവകാലം പ്രധാനമായും 2 കാര്യങ്ങൾ ഓർത്താൽ മതി. ഇത്രയും പറഞ്ഞതിൽ നിന്ന് 2 കാര്യങ്ങളായിട്ട് അതിനെ ചുരുക്കി പറയാം. ഒന്ന്, സുവിശേഷത്തിൽ വിശ്വസിക്കാതെ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്ന ജാതികളോട് ദൈവം പ്രതികാരം ചെയ്യുന്ന സമയമാണ് മഹാപീഡനകാലം. So this tribulation period is a time of avenging the Gentiles who did not believe in the gospel, who did not believe in the gospel, but followed their darkened mind. ലസി ആന്റി വല്ലതും ചോദിക്കായിരുന്നോ? ഈ സുവിശേഷം കേട്ടിട്ട് രക്ഷിക്കപ്പെടാത്തവരെന്നല്ലേ ജാതികൾ അന്തരം എല്ലാവരും സുവിശേഷം കേട്ടിരിക്കുവോ അന്നത്തെ ദിവസത്തേക്ക്? നിർബന്ധമില്ല. അന്നേരം അവരുടെ കുറ്റമാണോ സുവിശേഷം അവർ കേട്ടിട്ടില്ല? ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ ഗ്രാമങ്ങളിൽ യേശു എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അറിയത്തില്ല ആരാ എന്തുവാ. അന്നേരം അവരുടെ തെറ്റാണോ? അവർ കേട്ടിട്ടില്ലാത്തോണ്ടല്ലേ അവർ വിശ്വസിക്കാറ്? അതുകൊണ്ടാണ് അന്ന് അവരെ കേൾപ്പിക്കാൻ വേണ്ടി ഇന്നലെ നമ്മൾ പറഞ്ഞ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ 2 സാക്ഷികൾ വന്ന് അവരോട് പറയുന്നത്. ഈ മഹാ ഉപദ്രവകാലം എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ 2-ാം ഭാഗം, അതാണല്ലോ മഹോപദ്രവകാലം. ആ കാലം തുടങ്ങുന്നതിന് മുമ്പ് ആന്റി ഇപ്പോൾ പറഞ്ഞതുപോലെ സുവിശേഷം ഇതുവരെ കേൾക്കാൻ അവസരം പോലും കിട്ടാതിരുന്നവരെ ഈ മഹാപീഡനത്തിലൂടെ കടത്തിവിടുന്നത് നീതിമാനായ ദൈവത്തിന് ന്യായമല്ല. നമുക്കത് വാദിക്കാം. അതിനുവേണ്ടിയാണ് ആ മഹാപീഡനം, നോട്ട് ട്രിബുലേഷൻ, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, ആ വലിയ ഉപദ്രവം തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് തന്റെ 2 സാക്ഷികളെ ഭൂമിയിലേക്ക് അയച്ച് ഭൂമിയിലുള്ള സകലരെയും ദൈവത്തിന്റെ ആലോചന അറിയിക്കും. ഇന്ന് കേൾക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ദൈവസഭയുടെ ഭാഗമാകാൻ കഴിയില്ല എന്നേ ഉള്ളൂ. എന്നാൽ അന്ന് സകലരെയും അവർക്കറിയാവുന്ന ഭാഷയിൽ ദൈവം തന്റെ ആലോചന അറിയിക്കും. അന്ന് അവർക്ക് കേട്ട് വരാനുള്ള ക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാം. പക്ഷേ അതും ചെയ്യാതെ വരുമ്പോഴാണ് അവരെ
2 തെസലോനിക്കർ 2-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ, 2 തെസലോനിക്കർ 2-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ, വ്യാജമായ എല്ലാ ശക്തികളോടും അധികാരങ്ങളോടും വീര്യപ്രവൃത്തികളോടും കൂടെയൊക്കെ സാത്താന്റെ വ്യാപാരത്താൽ വ്യാപരിക്കുന്ന ആ ഒരു സംഗതി വിശ്വസിക്കുവാൻ ദൈവം തള്ളിക്കളയുന്നത്. അതുകൂടാതെ വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സകല ജാതികളോടും അറിയിപ്പാൻ ഒരു കഴുകന്റെ കയ്യിൽ, കഴുകൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദൂതൻ എന്ന് അർത്ഥമാക്കിയാൽ മതി, 14:6 ആകാശമധ്യേ ഒരു ദൂതൻ പറക്കുന്നത് കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ഈ മഹാക്രോധത്തിലേക്കും മഹാക്ലേശത്തിലേക്കും ജാതികളോട് പ്രതികാരം ചെയ്യുവാൻ ദൈവം അവരെ ഉപേക്ഷിക്കും മുമ്പ്, ഇന്ന് അവർക്ക് സുവിശേഷം കേൾക്കാൻ ഒരുപക്ഷെ അവസരം കിട്ടിയില്ലെങ്കിലും അന്ന് ജീവനോടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം ദൈവം 100% കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപക്ഷെ ചോദ്യം ഇതായിരിക്കും, അങ്ങനെ ആകുമ്പോ ഇന്ന് സുവിശേഷം കേൾക്കാതെ മരിക്കുന്നവരുടെ ഗതി എന്താകും? അവരെ ന്യായം വിധിക്കാൻ ദൈവത്തിൻ്റെതായ വേറെ അളവുകളുണ്ട്. സുവിശേഷം കേട്ടവനെ സുവിശേഷം വെച്ച് ന്യായം വിധിക്കും. ന്യായപ്രമാണം കിട്ടിയവനെ ന്യായപ്രമാണം വെച്ച് ന്യായം വിധിക്കും. ഇത് രണ്ടുമില്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള ബോധം ഏറ്റവും ആദ്യം നൽകിയിരിക്കുന്നത് മനസാക്ഷിയിലാണ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഏറ്റവും ആദ്യം മനുഷ്യന് നൽകിയിരിക്കുന്നത് അവന്റെ മനസാക്ഷിയിലാണ്. അങ്ങനെയെങ്കിൽ ഇതൊന്നുമില്ലാത്തവനെ ദൈവം പകർന്നു കൊടുത്ത ദൈവിക വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അവനവന്റെ മനസാക്ഷി വെച്ച് ന്യായം വിധിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആരോ എന്ത് ചോദിക്കാൻ വന്നു? അത് ഞാൻ ഈ രണ്ടാമത് ഉത്തരം പറഞ്ഞതിന് ചോദ്യം ചോദിക്കാനായിരിക്കും വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ മഹാപീഡനം എന്ന് പറയുന്നത്, ഒന്ന്, സുവിശേഷത്തിൽ വിശ്വസിക്കാതെ മനഃപൂർവം സുവിശേഷത്തെ തിരിച്ചു കളഞ്ഞ ജാതികളോടുള്ള ദൈവത്തിന്റെ പ്രതികാര നാളാണ്. സ്തോത്രം. അതിനുള്ള റെഫറൻസുകളാണ് നാം നേരത്തെ കണ്ടത്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് 2 തെസലോനിക്കർ 2-ാമത്തെ അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 20 മുതൽ 25 വരെ, ലൂക്ക് 21:20-25, ജെറമായ 25:31-33, യിരെമ്യാവ് 25:31 തൊട്ട് 33 വരെ, യെശയ്യാവ് 13:9, ഐശയ്യ 13:9 and 26:21, യെശയ്യ 26:21. ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് മഹാപീഡനം ജാതികളോടുള്ള പ്രതികാര നാളാണെന്നാണ്. അതിന് കാരണവും ഞാൻ പറഞ്ഞു, സുവിശേഷത്തെ വിശ്വസിക്കാതെ ത്യജിച്ചു കളയുക. രണ്ടാമത്തെ ഭാഗമാണ് ഇസ്രായേലിനോടുള്ള പ്രതികാര നാളാണ്. ഇസ്രായേലിനെ ശിക്ഷിച്ച് അവരുടെ പാപത്തെ
ക്ഷമിക്കത്തക്കവണ്ണം അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരിക. സ്തോത്രം. So this will be a time of judgment upon the nation Israel, consequently leading them to repentance and final restoration. തങ്ങളുടെ പാപത്തിന് ശിക്ഷ വിധിച്ച് മാനസാന്തരത്തിലേക്കും അത് നിമിത്തം പരമമായ യഥാസ്ഥാപനത്തിലേക്കും ഇസ്രായേലിനെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ അവർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന നാളുകളാണത്. അതിന്റെ റെഫറൻസുകൾ പലതും നമ്മൾ കണ്ടു. സഖരിയാവ് 12:10, Zechariah 12:10, 13 verses 1, 8 and 9. സഖരിയാവ് 12:10, 13:1, 13 തന്നെ 8, 9 വാക്യങ്ങൾ. അതുപോലെ ദാനിയേൽ 12:1, മത്തായി 24:31, 24:31, മാത്യു. ഈ ഭാഗങ്ങളൊക്കെ ഇസ്രായേലിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നാളുകളാണിതെന്നും തെളിയും. ഇവിടെ എങ്ങും സഭ ഇല്ല. ഇതൊന്നും സഭയ്ക്ക് വേണ്ടി അല്ല. കാരണം സഭ സുവിശേഷത്തിൽ വിശ്വസിച്ചവരും മശിഹായെ കൈക്കൊണ്ടവരുമാണ്. അതുകൊണ്ട് മഹാപീഡനത്തിൽ സഭയ്ക്ക് ഒരു പങ്കും ഇല്ല. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? Praise God. വരുവാനുള്ള ദൈവത്തിന്റെ കോപ ദിവസത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.